2024 നവംബർ മാസം 16-ാം തീയതി ശനിയാഴ്ചയായിരുന്നു സെന്റ് അൽഫോൻസ സീറോ മലബാർ ചർച്ച് മനേജർ ഔദ്യോഗികമായിട്ട് പ്രിൻസ് ആന്റണി പാണേങ്കാനം പിതാവ് കൂദാശ ചെയ്ത് ദൈവജനത്തിനായിട്ട് നൽകിയത്. 2024 നവംബർ മാസം 10-ാം തീയതി ഞായറാഴ്ചയാണ് അഭിവന്യ പ്രിൻസ് ആന്റണി പാണേങ്കാനം പിതാവ് ഔദ്യോഗികമായിട്ട് ശംഷാബാദ് രൂപതയുടെ രൂപത അധ്യക്ഷനായിട്ട് ചാർജ് ഏറ്റെടുത്തത്. അതിനുശേഷമുള്ള ആദ്യത്തെ പള്ളി വെഞ്ചിരിപ്പ് കർമ്മമാണ് പ്രിൻസ് ആന്റണി പിതാവ് ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്നത്. അത് ഗുജറാത്ത് റീജിയനിലെ എല്ലാ വൈദികരെ സംബന്ധിച്ചും ഇപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുജറാത്ത് റീജിയനിലെ അഭിവന്യ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവിനും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. നല്ല ഒരു മാതൃകാപരമായ ഒരു ദേവാലയത്തിനാണ് 7 വർഷം കൊണ്ട് മനേജ ഇടവക വിശ്വാസികൾ ഈ ഒരു ദേവാലയം പൂർത്തീകരിച്ചത്. അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ഏവർക്കും ഇത്. ശംഷാബാദ് രൂപത അധ്യക്ഷൻ പ്രിൻസ് ആന്റണി പാണേങ്കാനം പിതാവിനോടൊപ്പം അഭിവന്യ സഹായ മെത്രാന്മാരായ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവും അഭിവന്യ തോമസ് പാടിയത്ത് പിതാവും രാജ്കോട്ട് രൂപത അധ്യക്ഷനായ ജോസ് പിതാവും ബറോഡ അധ്യക്ഷനായ സെബസ്ത്യാനോസ് പിതാവിൻ്റെ സാന്നിധ്യവും ഈ ദേവാലയ കൂദാശയ്ക്ക് ഏറെ അനുഗ്രഹം പകരുമാറായി. ഗുജറാത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം വിശ്വാസികളുടേതും വൈദികരുടെ ഭാഗത്തു നിന്നും ഈ ഒരു കൂദാശ കർമ്മത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് ഈ ഒരു ദേവാലയ കൂദാശയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്. ഭാവിയിൽ ഗുജറാത്ത് റീജിയനിലെ സീറോ മലബാർ സഭയിലെ പ്രത്യേകിച്ച് ശംഷാബാദ് രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള കത്തീഡ്രൽ ദേവാലയമായിട്ട് മാറുവാൻ സാധ്യതയുള്ള ദേവാലയ കൂദാശയിലാണ് ഞാനും മറ്റ് വിശ്വാസികളും പ്രത്യേകമായിട്ട് ഈ ഒരു കൂദാശ കർമ്മത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. മനേജ ഇടവകയിലെ എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ.